പുലർച്ചെ 5:30-ക്ക് 82 വയസ്സുള്ള പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. എത്തുന്നു. റെയ്ഡ് നടത്തുന്നു. ഒന്നും തന്നെ കിട്ടിയില്ല. അത് എഴുതി തന്നിട്ട് പോയാൽ മതിയെന്ന് പാർട്ടി പ്രവർത്തകർ. നോ ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെന്റ്സ് ഓർ ഡിവൈസസ് ഹാവ് ബീൻ സീസ്ഡ് എന്നെഴുതി വെപ്പിച്ചിട്ട് ആണ് മുണ്ടയിൽ കോരന്റെ മകൻ ഇ.ഡിയെ വിട്ടത്. പിന്നീട് ഇ.ഡിക്ക് പാർട്ടിക്കാരുടെ വക മനോഹരമായ യാത്രയയപ്പും. ഇതും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി.ജെ.പിയുടെ തിട്ടൂരം നടപ്പാക്കുന്ന ഏജൻസിയായി അധപ്പതിച്ചിരിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും ജനാധിപത്യത്തിന്റെ ഇത്തരം സൗന്ദര്യങ്ങൾ ഇനിയും പൂത്തുലയട്ടെ. കൂടാതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പോ പോലീസോ അറിയാതെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ വെളുപ്പിന് ഇ.ഡി. എത്തിയതും റെയ്ഡ് നടത്തിയത് എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് സത്യമാണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംസ്ഥാന സർക്കാരിനെ അവഗണിച്ചുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്ത് അനാവശ്യമായി ഇടപെടുന്നത് ഫെഡറലിസത്തിനെതിരായ വെല്ലുവിളിയാണ്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ മുൻപ് ഇ.ഡി. വേട്ടയാടിയതും അന്യായമായി തടവിൽ വെച്ചതും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയതുമൊക്കെ നാം കണ്ടതാണ്. തങ്ങളുടെ ഡീലിന് വഴങ്ങാത്ത രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന രീതിക്കെതിരെ ജനം പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വ്യക്തിപരമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമുള്ള അഭിമാനാർഹമായ ഒരു ഭൂതകാലമുള്ളയാളാണ് പിണറായി വിജയൻ എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടു പേടിക്കുന്ന ആളല്ല അദ്ദേഹമെന്ന് ആർക്കാണ് അറിയാത്തത്?